കൈലാസത്തിൽ ജടാമകുടധാരിയായി സർപ്പമാലയണിഞ്ഞ് തൃശൂരവും ഡമരുവുമായി ധ്യാന നൃത്താദികൾ ചെയ്യുന്ന ആ പരമശിവൻ ആദിയോഗി. നമ്മുടെ പ്രപഞ്ചത്തിന്റെ കോസ്മോസിന്റെ രൂപം, ആ കോസ്മോസിന്റെ ജാമിതീയ രൂപം അണ്ഡാകൃതിയിലാണ്, അഥവാ ശിവലിംഗാകൃതിയിലാണ്, എലിപ്സോയിഡ് ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മത്തിന് നാം നൽകിയ പേര് ബ്രഹ്മാണ്ഡം എന്നാകുന്നു. തമിഴ് സിദ്ധർ പാടുന്നു അണ്ഡം എന്നാൽ പ്രപഞ്ചം, പിണ്ഡം എന്നാൽ ശരീരം. തിരുമൂലർ പാടുന്നു അണ്ഡവും പിണ്ഡവും ഒന്ന് തന്നെ. ഈ പ്രപഞ്ചത്തിൽ നിറയുന്ന ഊർജത്തെ ഒന്നാക്കി ചേർത്ത് നിർത്താൻ കഴിയുന്ന ആ രൂപമാണ് ശിവലിംഗ രൂപം. ശക്തിക്ക് മുകളിൽ ഇരിപ്പിടമാക്കിയ ഈ പ്രപഞ്ചത്തിന്റെ ആകത്തുക, ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിന്റെ ദൃശ്യ സാക്ഷാത്കാരം, ആ മഹാദേവന്റെ രൂപം ജ്യോതിർലിംഗങ്ങളായി മനുഷ്യ മനസ്സുകളിൽ പ്രകടമാകുന്നു. അങ്ങ് ഗുജറാത്തിലെ സോമനാഥം, ആന്ധ്രയിലെ മല്ലികാർജുനം, ഉജ്ജയിനിലെ മഹാകാലേശ്വരം, ഉത്തരാഖണ്ഡിലെ കേദാരനാഥൻ, ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥൻ, മധ്യപ്രദേശിലെ ഓംകാരേശ്വരൻ, മഹാരാഷ്ട്രയിലെ ഭീമശങ്കരൻ, നാസിക്കിലെ ത്രയംബകേശ്വരൻ, ദ്വാരകയിലെ നാഗേശ്വരൻ, തമിഴ്നാട്ടിലെ രാമേശ്വരത്തപ്പൻ, ഔറംഗാബാദിലെ ഗ്രീഷ്മേശ്വരൻ, ജാർഖണ്ഡിലെ വൈദ്യനാഥൻ. ഇതെല്ലാം മഹാദേവന്റെ ജ്യോതിർലിംഗ രൂപങ്ങളാണ്. ആ മഹാദേവൻ ശിവസിദ്ധാന്തം അനുസരിച്ച ശിവലിംഗം എന്നാൽ സംസ്കൃതത്തിൽ മുദ്ര, പ്രതീകം, തെളിവ്, ദൈവിക ലക്ഷണം എന്നൊക്കെയാണ്. ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിന്റെ ദൃശ്യ സാക്ഷാത്കാരമായ ആ ശിവലിംഗം നമുക്ക്